നമസ്കാരം. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെയാണ്. പൊതു തെരഞ്ഞെടുപ്പിന്റെയും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ടെടുപ്പും വോട്ടെണ്ണലും അടക്കമുള്ള തീയതികൾ നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ സാധ്യത ഏറെയാണ്. തീയതികൾ സംബന്ധിച്ച തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൈക്കൊണ്ടതിന് പിന്നാലെയാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ആന്ധ്ര, അരുണാചൽ, സിക്കിം, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. കശ്മീരിൽ സാധ്യത മാത്രമാണ് ചർച്ചകളിലുള്ളത്. മെയ്യിൽ അവസാനിച്ച് ജൂണിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന തരത്തിലാകും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെന്നാണ് സൂചന. 7 ഘട്ടങ്ങളായാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 96,88,00,000 വോട്ടർമാരാണ് രാജ്യത്ത് ഇക്കുറി വോട്ടവകാശം രേഖപ്പെടുത്തുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇത് പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. പുതിയ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇന്ന് ചുമതലയേറ്റതോടെ തെരഞ്ഞെടുപ്പിന് സജ്ജമായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. കഴിഞ്ഞ തവണ മാർച്ച് 10-നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 11-ന് ആരംഭിച്ച മെയ് 11 വരെ 7 ഘട്ടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ്. നിലവിൽ ലോക്സഭയുടെ കാലാവധി ജൂൺ 16-ന് അവസാനിക്കും. ഇത്തവണ ഘട്ടങ്ങൾ കുറച്ചുള്ള വോട്ടെടുപ്പാകും നടക്കുകയെന്ന് സൂചനയുണ്ട്. രാജ്യം സമാധാനത്തിന്റെ പാതയിലാണെന്നും സന്ദേശം നൽകാനായിരിക്കും ഇത്. എല്ലാ വശങ്ങളും പരിശോധിച്ചായിരിക്കും വോട്ടെടുപ്പ്. മെയ് 15-ഓടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളാണ് BJP നേടിയത്. NDA മൊത്തം 353 സീറ്റുകൾ നേടി അധികാരം നിലനിർത്തുകയായിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ 250 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 82 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിലും രാഹുൽ ഗാന്ധി വയനാട്ടിലും മത്സരിക്കും. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി IAS ഉദ്യോഗസ്ഥരായ ജ്ഞാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും നിയമിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കമ്മീഷണർമാരായി നിയമിക്കാനുള്ള ഉന്നതതല സമിതിയിലെ അംഗമായ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ജ്ഞാനേഷ് കുമാർ. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. എറണാകുളം കളക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ദീർഘകാലമായി കേന്ദ്ര സർവീസിലാണ് ജ്ഞാനേഷ് കുമാർ ജോലി നോക്കുന്നത്. പാർലമെന്ററി കാര്യ സെക്രട്ടറി അടക്കമുള്ള പദവികൾ വഹിച്ച ഉദ്യോഗസ്ഥനാണ്. ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറിയായിരുന്നു സുഖ്ബീർ സിംഗ് സന്ധു. പഞ്ചാബ് സ്വദേശിയാണ്. ഇരുവരെയും നിയമിക്കാനുള്ള തീരുമാനത്തിന് ഉന്നതാധികാര സമിതി ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. എന്നാൽ ഇവരുടെ നിയമനത്തെ താൻ എതിർത്തുവെന്നും വിയോജനക്കുറിപ്പ് നൽകിയെന്നും കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവരാണ് അധീർ രഞ്ജൻ ചൌധരിക്ക് പുറമെ സമിതി യോഗത്തിൽ പങ്കെടുത്തത്. തിടുക്കത്തിലാണ് തീരുമാനമെടുത്തതെന്നും ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയപ്പോൾ 212 ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് നൽകിയതെന്നും അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു.